ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം ഇതുവരെയായിട്ട് നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് എക്സാം നടന്നിട്ടില്ല. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ സിലബസ് കുറച്ച് ചേഞ്ച് ഉണ്ട് പുതിയതുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ കുട്ടികളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മുടെ അടുത്തുള്ള ഒരു ഓട്ടോണോമസ് കോളേജിൽ കഴിഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓട്ടോണോമസ് കോളേജസിൽ കഴിഞ്ഞ പബ്ലിക് എക്സാം, അതായത് തേർഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കാരണം നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും എക്സാമിനേഷനൊക്കെ എഴുതി കഴിഞ്ഞവരാണ്. അപ്പോൾ നമുക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാർട്ട് എ ഉണ്ടായിരിക്കും, പാർട്ട് ബി ഉണ്ടായിരിക്കും, അതുപോലെ പാർട്ട് സി ആണ്. പാർട്ട് എ എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ സീലിംഗ് 25 മാർക്സ് ഉണ്ട്. അതിനകത്ത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ആണ്. പക്ഷേ മാക്സിമം സീലിംഗ് 25 മാർക്സ് ആണ്. അതുപോലെ പാർട്ട് ബി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സീലിംഗ് വരുന്നത് 35 മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് അറിയാവുന്നതാണ്. കാരണം നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്റർ ഓൾറെഡി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ദിവസം പറഞ്ഞിരുന്നു, നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ആ ക്ലാസ് ജോയിൻ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 60 above മാർക്സ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയും. ആ രീതിയിലാണ് നമ്മൾ റാപ്പിഡ് റിവിഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഓട്ടോണമസ് കോളേജിൽ 2019 അഡ്മിഷൻ അനുസരിച്ച് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഇതുപോലെ തന്നെ വരുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയാസാണ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതിലാദ്യം നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എന്താണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിബഞ്ചർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ, അതായത് 100 രൂപയുടെ സാധനം നമ്മളൊരു 95 രൂപയ്ക്കോ അല്ലെങ്കിൽ ബിലോ 100, അതായത് ലെസ് ദാൻ 100 റുപ്പീസിനാണെങ്കിൽ 100 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഡിസ്കൗണ്ടാണ്. അത് നമുക്ക് കമ്പനിക്ക് നഷ്ടമാണ്. ആ നഷ്ടത്തിന് നമ്മൾ എന്താ വിളിക്കുക? ക്യാപിറ്റൽ ലോസ് എന്നാണ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എടുക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം, അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ വരുന്ന ഈ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ റവന്യൂ പ്രോഫിറ്റ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 2 മെത്തേഡുകളിലൂടെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക. ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്? നമുക്ക് എന്താ നോക്കാം അതിൻ്റെ ആൻസർ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ഇൻ ലംസം അറ്റ് ദ എൻഡ് ഓഫ് ഫിക്സഡ് പീരീഡ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിബഞ്ചേഴ്സ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നത് ലംസമായിട്ടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റിഡംഷൻ ചെയ്യാണ്. ഒരുമിച്ച് അതിൻ്റെ പൈസ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മേടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനോട് ഒരിക്കലും നമ്മൾ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിബഞ്ചർ അടക്കില്ല. നമ്മൾ ഓരോ വർഷം കുറേശ്ശെ എമൗണ്ട് ആയിട്ട് അടച്ചിട്ട് നമ്മൾ ആ എമൗണ്ട് അവസാന ഇയറിൽ നമ്മളത് റിഡീം ചെയ്യും. ആ മെത്തേഡിലല്ലാതെ ഇത് നമ്മളൊരു ലംസമായിട്ട്, അതായത് ഡിബഞ്ചർ നമ്മൾ ലംസമായിട്ടാണ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. Under this method, an equal amount of discount or loss on issue of debentures is written off to statement of profit and loss every year during the lifetime of the debentures. ഇപ്പോൾ ഒരു 5 years കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ നമുക്ക് കാലാവധി ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ നഷ്ടം, അതായത് 100 രൂപയുടെ സാധനം നമ്മൾ 95 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നേക്കണ ഈ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഇയറിലും ഓരോ വർഷം നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച്, ഒരു ഈക്വൽ എമൗണ്ട് വെച്ച് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാം. അപ്പോൾ അതിനൊരു ഫോർമുലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ടിനെ ലൈഫ് ഓഫ് ഡിബഞ്ചേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
അപ്പോൾ ഒരു 5 ലാക്ക് റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ്, അതിന് 4,80,000 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 20,000 നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് ആണ്, അത് ലോസ് എന്ന് പറയാം, നമുക്ക് ആ ക്യാപിറ്റൽ ലോസ് എന്ന് പറയാം. ഈ 20,000 നമ്മളൊരു 5 ഇയർ കൊണ്ടാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്നതെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 5 4,000 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഇയറിലും റിട്ടേൺ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാ വർഷവും റിട്ടേൺ ഓഫ് ചെയ്യുന്ന എമൗണ്ട് 4,000 ആയിരിക്കും, ആ ഈക്വൽ എമൗണ്ട് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ഡ്രോയിങ് ലോട്ട്സ്. ഡ്രോയിങ് ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അത് നമ്മൾ എന്ത് വിളിക്കും, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് നമുക്ക് പറയാം. ഡ്രോയിങ് ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ഡ്രോയിങ് ലോട്ട്സ്. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ഡ്രോയിങ് ലോട്ട്സ് എന്ന് പറഞ്ഞാൽ, വെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് മെയ്ഡ് ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്സ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്സ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ലോട്ടറി മെത്തേഡ് എന്നും പറയും, ഓഫ് റെഡീമിങ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡ്രോയിങ് ബൈ ലോട്ട്സ് എന്നും പറയാം. ഇത്ര എഴുതിയാൽ മതി, വളരെ സിമ്പിളാണ്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 2 മാർക്സ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എക്സ്പയർഡ് പീരീഡ് ഇൻ കേസ് ഓഫ് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ്. എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റിലെ എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻസിനകത്ത് എക്സ്പയർഡ് പീരീഡ് പറയുന്നുണ്ട്. എക്സ്പയർഡ് പീരീഡ് നമുക്കറിയാം, പ്രൈസ് പെയ്ഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്. അതായത് എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്, അത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ ഇല്ല എങ്കിൽ അത് എക്സ് ഇൻട്രസ്റ്റും ഉണ്ട് എങ്കിൽ അത് കം ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ, എക്സ്പയർഡ് പീരീഡ് മീൻസ് ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രീവിയസ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അതായത് നമ്മൾ എന്നാണ് തൊട്ട് മുമ്പ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് കൊടുത്തത്, ആ പീരീഡ് മുതൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യില്ലേ, ആ പീരീഡ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എക്സ്പയർഡ് പീരീഡ് എന്ന് പറയാം. അപ്പോൾ എക്സ്പയർഡ് പീരീഡ് മീൻസ് ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രീവിയസ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്, അതാണ് എന്ത് എക്സ്പയർഡ് പീരീഡ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ്. ക്യാപിറ്റൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ദസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. 3 സോഴ്സസ് ആണ്. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ നടത്തി നമുക്ക് റെഡീം ചെയ്യാം, ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് റെഡീം ചെയ്യാം, അതുപോലെ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് ആൻസർ വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡൈല്യൂട്ടഡ് ഇ പി എസ്. നമ്മൾ ഇ പി എസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഡൈല്യൂട്ടഡ് ഇ പി എസ് നോക്കാം നമുക്ക്. അത് ലാസ്റ്റ് ചാപ്റ്ററാണ്. Diluted EPS എന്ന് പറഞ്ഞാൽ, at the end of an accounting year, a company may have some securities which do not have at present any claim upon the equity earnings. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിങ് ആയിട്ടും ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില സെക്യൂരിറ്റീസിൽ നിന്നും ഏണിംഗ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ എ ക്ലെയിം അപ്പോൺ ഏണിങ്സ് മേ എറൈസ് ഫോർ സച്ച് എ സെക്യൂരിറ്റി. പക്ഷേ ഫ്യൂച്ചറിൽ എന്തായി മാറാം, ഈ ഒരു സെക്യൂരിറ്റീസ് നമുക്ക് ഏണിങ്സ് എറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ്, ഓപ്ഷൻസ്, വാറൻസ്, അതൊക്കെയാണ് നമുക്ക് ഇത്തരം സെക്യൂരിറ്റീസിന് എക്സാമ്പിളായിട്ട് പറയാം. അത് ഫ്യൂച്ചറിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ചില സെക്യൂരിറ്റീസ് ആണ്. ഏതൊക്കെ? കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ്, ഓപ്ഷൻസ്, വാറൻസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന് ഏണിങ്സ് ഒന്നും റൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അത് ഫ്യൂച്ചറിൽ നമുക്ക് എന്താവും, അത് നമുക്ക് എക്സസ് ചെയ്യാനായിട്ട് പറ്റും. ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് മൈറ്റ് ഇൻക്രീസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഫ്യൂച്ചറിൽ നിന്നും നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ ഷെയർസിൻ്റെ എണ്ണം എന്താകാം, ഫ്യൂച്ചറിൽ കൂടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇ പി എസ് കുറയാനായിട്ട് കാരണമാകും. ദിസ് ഇൻ ടേൺ റിസൾട്ട് ഇൻ ഫോൾ ഇൻ ദ ഇ പി എസ്. അപ്പോൾ ഇ പി എസ് കുറയാനായിട്ട് കാരണമാകും. ദിസ് റെഡ്യൂസ്ഡ് ഇ പി എസ്. ഇങ്ങനെ ഇ പി എസ് റെഡ്യൂസ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൈല്യൂട്ടഡ് ഇ പി എസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതി വയ്ക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സാമിൻ ദ സ്കോപ്പ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഞാൻ പഠിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. ഇപ്പോൾ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആർ നോർമൽ ഫീച്ചർ ഓഫ് കോമേഴ്സ് ആൻഡ് ബിസിനസ്. നമുക്കറിയാം, ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോർമലാണ് അല്ലേ. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് കുഡ് ഹാവ് എൻ എഫക്റ്റ് ഓൺ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ എൻറ്റിറ്റി. അത് റിലേറ്റഡ് പാർട്ടിയുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്റ്റ് ചെയ്യും.
റിലേറ്റഡ് പാർട്ടീസ് മേ എൻ്റർ ഇൻ ടു ട്രാൻസാക്ഷൻ ദാറ്റ് അൺറിലേറ്റഡ് പാർട്ടീസ് വുഡ് നോട്ട്. നമുക്കറിയാം റിലേറ്റഡ് പാർട്ടീസ് ഒരു ട്രാൻസാക്ഷൻസിൽ വരികയാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, an entity that sells goods to its parent at cost might not sell on those terms to another customer. നമ്മൾ ഒരു കസ്റ്റമറിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് പാരൻറ്റിന് സെയിൽ ചെയ്യാനായിട്ട് ആ ഒരു കോസ്റ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത് റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ബുക്സിൽ കാണിക്കുമ്പോൾ ആ ഒരു ഐറ്റത്തിന് എമൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആണ്. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് തന്നെയാണ് നമ്മൾ ആ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 അനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലാസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു എൻറ്റിറ്റി അനുസരിച്ച് പറയുന്നത് അക്കൗണ്ടിങ് നമ്മളൊരു പർട്ടിക്കുലർ പോളിസീസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു പോളിസീസിൻ്റെ കാര്യമാണ്. an entity may be required to change accounting policies and accounting estimate. Similarly, some errors might have committed in financial statement. The IAS 8 guides an entity in selecting and changing accounting policies, changing its accounting estimate and in correction of errors. അതായത് നമ്മളൊരു അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന പോളിസീസിൽ എങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാണ്. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് വരാം. ആ എറേഴ്സ് നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന അക്കൗണ്ടിങ് എസ്റ്റിമേറ്റുകൾ, ചേഞ്ച് വരുത്തിയത് മൂലം ഉണ്ടാകുന്ന എസ്റ്റിമേറ്റുകളൊക്കെ നമുക്ക് അറിയാനായിട്ട് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 അനുസരിച്ചുള്ള അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി, നമുക്ക് 2 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാം. അപ്പോൾ ഞാനൊരു 7 ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ പല പാർട്ടുകളായിട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 7 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2 വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.